ഓരോ ദിവസവും ഗസയിൽ നിന്ന് പുറത്തു വരുന്നത് കൊടും ക്രൂരതകളുടെ അതിഭയാനകമായ കഥകളാണ്. ഇസ്രായേലിൻ്റെ മനോവൈകൃതത്തിൻ്റെയും ക്രിമിനൽ മനസ്സിൻ്റെയും പച്ചയായ സാക്ഷ്യങ്ങളാണ് ഓരോ സംഭവങ്ങളും. 2023 ഒക്ടോബർ 7 ശേഷം തുടരുന്ന നരമേധത്തിൽ 1,00,000-ലേറെ ഫലസ്തീനികളെയാണ് ഇസ്രായേൽ വകവരുത്തിയത്. യുദ്ധത്തിൻ്റെ കൊടും യാതനകൾ അനുഭവിക്കുന്ന ജനതയെ സഹായിക്കാനിറങ്ങിയ സന്നദ്ധ സേവകരെയും വെറുതെ വിട്ടിട്ടില്ല. 1400 ആരോഗ്യ പ്രവർത്തകരും 27 റെഡ് ക്രസന്റ് പാരാമെഡിക്കുകളും ഫലസ്തീൻ അതോറിറ്റിക്ക് കീഴിലുള്ള 111 സിവിൽ ഡിഫൻസ് അംഗങ്ങളുമാണ് 1.5 കൊല്ലത്തിനിടയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇപ്പോഴിതാ ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കൂട്ടക്കൊലയുടെ വാർത്തകളാണ് ഗസയിലെ റഫായിൽ നിന്ന് പുറത്തുവരുന്നത്. സാധാരണക്കാരെ രക്ഷിക്കാനെത്തിയ 15 റെഡ് ക്രസന്റ് സിവിൽ ഡിഫൻസ് അംഗങ്ങളെയാണ് ഇസ്രായേൽ സൈന്യം പച്ചയ്ക്ക് വകവരുത്തി മണ്ണിട്ട് മൂടിയിരിക്കുന്നത്. മാർച്ച് 23 റഫായിലെ അൽ ഹഷാഷിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടെയാണ് പരിക്കേറ്റവരെ രക്ഷിക്കാനായി ഫലസ്തീൻ റെഡ് ക്രസന്റ് അങ്ങോട്ടൊരു ആംബുലൻസ് അയക്കുന്നത്. പാരാമെഡിക്കുകളായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. എന്നാൽ സംഭവ സ്ഥലത്തെത്തും മുൻപ് തന്നെ ആംബുലൻസിന് നേരെയും ആക്രമണമുണ്ടായി. ആരോഗ്യ പ്രവർത്തകർക്കെല്ലാം പരിക്കേറ്റു. വിവരമറിഞ്ഞ് 3 ആംബുലൻസുകൾ കൂടി സ്ഥലത്തേക്ക് പുറപ്പെട്ടു. നാട്ടുകാർക്ക് പുറമെ ആദ്യ ആംബുലൻസിൽ പുറപ്പെട്ട ആരോഗ്യ പ്രവർത്തകരെ കൂടി രക്ഷിക്കാൻ അയച്ചതായിരുന്നു അവരെ. എന്നാൽ ഈ വാഹനങ്ങളും സ്ഥലത്തെത്തിയതോടെ ചുറ്റും ഇസ്രായേൽ സൈന്യം വളഞ്ഞു. ആരോഗ്യ പ്രവർത്തകർക്ക് പുറം ലോകവുമായി ഉണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ മാർഗങ്ങളെല്ലാം ഇസ്രായേൽ സൈന്യം വിച്ഛേദിച്ചു. അൽ ഹഷാഷ് ഉപരോധിച്ച് ഇസ്രായേൽ ആക്രമണം രൂക്ഷമാക്കിയിരിക്കുകയാണെന്ന വാർത്തയറിഞ്ഞ് ഏതാനും സിവിൽ ഡിഫൻസ് അംഗങ്ങളും സ്ഥലത്തേക്ക് തിരിച്ചു. 6 പേരായിരുന്നു സ്ഥലത്തേക്ക് പുറപ്പെട്ടത്. ഹഷാഷിൽ എത്തിയതോടെ ഇവരുമായുള്ള ആശയവിനിമയ ബന്ധവും മുറിഞ്ഞു. റെഡ് ക്രസന്റ് സിവിൽ ഡിഫൻസ് സംഘങ്ങൾക്കൊപ്പം സ്ഥലത്തെത്തിയിരുന്ന UN ഫലസ്തീൻ റെഫ്യൂജീസ് ഏജൻസിയായ യുനർവയുടെ സന്നദ്ധ പ്രവർത്തകരും സ്ഥലത്തുണ്ടായിരുന്നു. ദിവസങ്ങളോളം അവരെ ഒരു നിലയ്ക്കും ബന്ധപ്പെടാനാകാതായി. അപകടം മണത്ത റെഡ് ക്രസന്റ് സംഘവും സിവിൽ ഡിഫൻസ് അംഗങ്ങളും ഹഷാഷിലേക്ക് പുറപ്പെട്ടു. അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായത്തോടെ മാർച്ച് 28 സ്ഥലത്തെത്തിയ സംഘം കാണുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. സിവിൽ ഡിഫൻസ് ഓഫീസറും ഹഷാഷ് ദൗത്യത്തിന്റെ മേൽനോട്ടക്കാരനുമായ അൻവർ അബ്ദുൽ ഹമീദ് അൽ അത്താറിന്റെ ചിഹ്നചിതറിയ മൃതശരീരമായിരുന്നു മുന്നിൽ. അതിക്രൂരമായൊരു കൂട്ടക്കൊല നടന്നതിന്റെ തെളിവുകളും അവിടെ അവർ കണ്ടെത്തി. സന്നദ്ധ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും സഞ്ചരിച്ച ആംബുലൻസുകളും ഫയർ എഞ്ചിനുകളും റെഡ് ക്രസന്റെ മറ്റു വാഹനങ്ങളുമെല്ലാം തവിട് പൊടിയായി മണ്ണിനടിയിൽ മൂടിക്കിടക്കുന്നു. കൂടുതൽ നടുക്കുന്ന കാഴ്ചകളായിരുന്നു പിന്നാലെ അവരെ കാത്തിരുന്നത്. സിവിൽ ഡിഫൻസ് അംഗമായ സുഫിയാൻ അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം റഫായിലെത്തി. UN കീഴിലുള്ള കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് വിഭാഗത്തിന്റെ അഥവാ OCHA-യുടെ പ്രതിനിധികളും കൂടെ ഉണ്ടായിരുന്നു. അൽ ഹഷാഷിൽ പിന്നീട് സംഭവിച്ചതെല്ലാം മനുഷ്യാവകാശ സംഘമായ യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്ററോട് സുഫിയാൻ വിശദമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. റെഡ് ക്രസന്റ് അംഗങ്ങൾക്കും സുരക്ഷാ ജീവനക്കാർക്കും എന്ത് സംഭവിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യത്തോട് ആരാഞ്ഞപ്പോൾ ഒരു സ്ഥലം കാട്ടിക്കൊടുത്തു. അവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റിനോട് ചേർന്ന് മൃതദേഹങ്ങൾ ഉണ്ടെന്നും പറഞ്ഞു. സ്ഥലത്ത് ബുൾഡോസർ ഉപയോഗിച്ച് കുഴിച്ചു നോക്കിയപ്പോഴാണ് അൻവർ അബ്ദുൽ ഹമീദ് അത്താറിന്റെ മൃതദേഹം വികൃതമായ നിലയിൽ കണ്ടെത്തിയത്. ആ സ്ഥലത്തിന് ചുറ്റും വീണ്ടും മാന്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഇസ്രായേൽ സൈന്യത്തോട് ആവർത്തിച്ച് ചോദിച്ചപ്പോഴും മൃതദേഹങ്ങൾ അവിടെ തന്നെ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുകയായിരുന്നു. ആദ്യ ദിവസം സൈന്യം അനുവദിച്ച സമയം തീർന്നതോടെ നിരാശരായി അവർക്ക് മടങ്ങേണ്ടി വന്നു. അടുത്ത ദിവസം അവർ വീണ്ടും സ്ഥലത്തെത്തി. തിരച്ചിലിനുള്ള IDF-ന്റെ അനുമതിക്കായി ഏറെ സമയം കാത്തിരുന്നു. എന്നാൽ 5 മണിക്കൂറിന്റെ കാത്തിരിപ്പിനൊടുവിൽ അനുമതി നിഷേധിച്ച വിവരമാണ് അവർക്ക് ലഭിച്ചത്. അവർ പിന്മാറിയില്ല. തൊട്ടടുത്ത ദിവസവും മടങ്ങിയെത്തി വീണ്ടും അനുമതി നിഷേധിക്കപ്പെട്ടു. ഒടുവിൽ മാർച്ച് 30 ഫലസ്തീനിലെ പെരുന്നാൾ ദിനത്തിലാണ് സ്ഥലത്ത് തിരച്ചിൽ നടത്താൻ സൈന്യം അനുമതി നൽകുന്നത്. ഇസ്രായേൽ സൈന്യവും സംഘത്തെ അനുഗമിച്ചു. മൃതദേഹങ്ങൾ അടക്കിയ സ്ഥലം ഒരു ക്വാഡ്കോപ്റ്റർ ഉപയോഗിച്ച് അവർക്ക് കാണിച്ചു കൊടുത്തു. നേരത്തെ IDF പറഞ്ഞ സ്ഥലത്തിന്റെ ഏറെ അകലെയായിരുന്നു അത്. തിരച്ചിൽ തടയാനും വൈകിപ്പിക്കാനുമായിരുന്നു ഇസ്രായേൽ ശ്രമം. പുതിയ സ്ഥലത്ത് മാന്തി നോക്കിയപ്പോഴാണ് മൃതദേഹങ്ങൾ ഓരോന്നായി കണ്ടെത്തുന്നത്. IDF ബോധപൂർവം തിരച്ചിൽ വൈകിപ്പിച്ചതിനാൽ മൃതശരീരങ്ങളെല്ലാം അഴുകി തുടങ്ങിയിരുന്നു. റെഡ് ക്രസന്റിന്റെ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ പരിശോധിച്ചു. പോസ്റ്റ്മോർട്ടം നടത്തി. കാണാതായ 8 റെഡ് ക്രസന്റ് ജീവനക്കാരെയും 5 സിവിൽ ഡിഫൻസ് അംഗങ്ങളെയും തിരിച്ചറിഞ്ഞു. യുനർവ ഉദ്യോഗസ്ഥരെ മാത്രമാണ് ഇനിയും കണ്ടെത്താൻ ബാക്കിയുള്ളത്. എല്ലാവരുടെയും നെഞ്ചിൽ വെടിയേറ്റ പാടുകളുണ്ടായിരുന്നു. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും വെടിയേറ്റ് തലയോട്ടി ചിന്നിച്ചിതറുകയും മുഖം വികൃതമാവുകയും ചെയ്തവരുമുണ്ട്. പലരുടെയും കൈകളിൽ കയ്യാമവും ഉണ്ടായിരുന്നു. ചിലർ അർദ്ധനഗ്നരുമായിരുന്നു. പോയിന്റ് ബ്ലാങ്കിലാണ് എല്ലാവരെയും വകവരുത്തിയതെന്നാണ് പരിശോധനയിൽ വ്യക്തമായതെന്ന് സുഫിയാൻ അഹമ്മദ് വെളിപ്പെടുത്തുന്നു. ഉദ്യോഗസ്ഥരെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കി മണിക്കൂറുകളോളം പീഡിപ്പിച്ച ശേഷമാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. എല്ലാവരെയും പച്ചയ്ക്ക് കൊന്നുകളഞ്ഞ ശേഷം തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കുഴിവെട്ടി കൂട്ടത്തോടെ കുഴിച്ചിടുകയാണ് ഇസ്രായേൽ സൈന്യം ചെയ്തത്. ആദ്യ ദിവസം സിവിൽ ഡിഫൻസ് സംഘം അൻവർ അൽത്താറിന്റെ ശരീരം കണ്ടെടുത്ത ശേഷം പരിസരത്ത് നിന്ന് മൃതദേഹങ്ങൾ മാറ്റിയതായും സംശയിക്കുന്നുണ്ട്. ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം ചിലരെ ജീവനോടെയും ചിലരെ പാതി ജീവനോടെയും മണ്ണിൽ കുഴിച്ചു മൂടിയതായും റിപ്പോർട്ടുകളുണ്ട്. ചിലരുടെ ശരീരത്തിൽ 20ഓളം വെടിയുണ്ടകൾ ഏറ്റതിന്റെ അടയാളം ഉണ്ടായിരുന്നതായും സിവിൽ ഡിഫൻസ് OCHA സംഘം വെളിപ്പെടുത്തിയിട്ടുണ്ട്.
അന്താരാഷ്ട്ര നിയമങ്ങളുടെ പച്ചയായ ലംഘനങ്ങളാണ് ഇസ്രായേൽ സൈന്യം നടത്തിയിരിക്കുന്നതെന്ന് യൂറോമെഡ് മോണിറ്റർ ചൂണ്ടിക്കാട്ടുന്നു. ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ സേവകർ, ജീവകാരുണ്യ പ്രവർത്തകർ, UN ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ജനീവ കൺവെൻഷൻ പ്രകാരം സമ്പൂർണ്ണമായ സംരക്ഷണമുള്ളതാണ്. ഈ വിഭാഗത്തിൽപ്പെട്ടവരെയാണ് ഇസ്രായേൽ സൈന്യം റഫായിൽ കൂട്ടമായി കൊലപ്പെടുത്തി കൂട്ടക്കുഴിമാടത്തിൽ മണ്ണിട്ട് മൂടിയിരിക്കുന്നത്. പുതിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെതിരെ യുദ്ധക്കുറ്റമടക്കമുള്ള നടപടികൾ സ്വീകരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് യൂറോമെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ.